കാശ്മീരിലെല്ലാം ശാന്തമാണ് എന്ന് പൊതുജനങ്ങളോട് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ഇക്കാര്യം സുപ്രീം കോടതിയെ അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. കാശ്മീർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരെ ചോദ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. കാശ്മീരിലെ ജനജീവിതം സ്തംഭിപ്പിച്ചതും അനധികൃതമായി പൗരന്മാരെ തടവിലാക്കിയതും എന്തിന് എന്ന ചോദ്യത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറുപടി നൽകിയില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തന്റെ ഭർത്താവിനെ തടവിലാക്കിയതിനെതിരെ ആസിഫ മുബീൻ എന്ന സ്ത്രീ നൽകിയ ഹർജിയിൽ മറുപടി നൽകാൻ കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതുവരെ മറുപടി നൽകാത്തത് എന്ന് കോടതി ചോദിച്ചപ്പോൾ 5 മിനിറ്റിനുള്ളിൽ നൽകാമെന്നായിരുന്നു കാശ്മീർ സർക്കാർ അറിയിച്ചത്. വിഷയത്തിൽ മധ്യസ്ഥരുടെ ഇടപെടലുകളാണ് മറുപടി വൈകിക്കുന്നതെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചത്. താൻ മധ്യസ്ഥരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കാശ്മീരിലെ തടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി പുറത്തിറക്കിയ ഉത്തരവുകൾ അനുസരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഞങ്ങളെ നിസ്സാരരായി കാണരുതെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. കാശ്മീരിൽ നടത്തിയിരിക്കുന്ന ഓരോ തടവും കേന്ദ്രം ന്യായീകരിക്കണമെന്ന് ഹർജിക്കാർക്കു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹുസൈഫ അഹമ്മദി പറഞ്ഞു. തടവിലിടാനുള്ള ഉത്തരവുകളൊന്നും തങ്ങളെ കാണിച്ചില്ലെങ്കിലും കോടതിയെ കാണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാശ്മീരിലെ മൊബൈൽ സേവനദാതാക്കൾക്കെതിരെ ലഭിച്ചിരിക്കുന്ന പരാതികളിൽ നടപടിയെടുക്കണമെന്നും കേന്ദ്രത്തോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മാസം ഈ സേവനം ഇല്ലാതിരുന്നിട്ടുകൂടി ഉപഭോക്താക്കളോട് ബില്ലടയ്ക്കാനാണ് അവർ ആവശ്യപ്പെടുന്നതെന്ന് ചില ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.